ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് നല്ലൊരു പ്ലം കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ പൊതിക്കേക്കായിട്ടും ഞാനിത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒരു ചൂട് കട്ടിയുള്ള പാനിലേക്ക് നമുക്ക് 3/4 കപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് പരത്തി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി കാരമലാവുന്ന രീതിയിൽ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നിന്നൊക്കെ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊന്ന് നീങ്ങി നിന്ന് ഒഴിച്ചു കൊടുക്കണം, നമ്മുടെ മേത്തേക്ക് തെറിക്കാത്ത രീതിയിൽ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ കട്ടി പോലെ തോന്നും, അത് ഇപ്പോൾ തന്നെ അത് തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നോളും. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം കാരമൽ സിറപ്പ് നമുക്കിടത്തൊന്ന് മാറ്റി വയ്ക്കാം. ഈ പാനിലിരിക്കുന്ന സിറപ്പിലേക്ക് നമുക്ക് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ബ്ലാക്ക് റെസിൻസ്, അതുപോലെ തന്നെ കിസ്മസ് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓറഞ്ചിൻ്റെ സെസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലി വെള്ളമില്ലാതെ കുറച്ച് തൊലി ചിരണ്ടി എടുത്തതാണ്. അത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട്, അതുപോലെ തന്നെ ഈ ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലതുപോലെ വറ്റി വരണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 1/3 കപ്പിൽ കാഷ്യൂ നട്ട്സും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബദാമും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് റെസിൻസ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പ് ബദാമും കൂടെ ഫ്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലതുപോലെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒരുപാട് കട്ടിയായി പോവും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ജാതിക്ക, അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ, അതായത് ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ എടുത്തിട്ടുണ്ട്. അതാണ് ഡ്രൈ ജിഞ്ചർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടിയില്ല. അപ്പോൾ അതിന് നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1/3 കപ്പിൽ നമുക്ക് പൊടിക്കണം പഞ്ചസാര. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പഞ്ചസാര പൊടിച്ചത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ ഇവിടെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. ഞാനിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു ബട്ടറാണ് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ തന്നെ എടുത്തു കൊടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്.
അപ്പം നമുക്ക് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. പിന്നെ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ നമ്മുടെ ടീ കേക്കോ അല്ലെങ്കിൽ മാർബിൾ കേക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. പക്ഷേ പ്ലം കേക്കിന് ശരിക്കും നമുക്ക് ബീറ്ററിൻ്റെ അത്യാവശ്യമൊന്നുമില്ല. നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ ഇത് നല്ലോണം മിക്സായി വന്നോളൂ കേട്ടോ. നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയിൽ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, അതുപോലെ തന്നെ ഡ്രൈ ജിഞ്ചർ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മിക്സാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ പഞ്ചസാരയൊക്കെ പൊടിച്ചത് പറന്നു പോകും കുറേയൊക്കെ. ഇപ്പോൾ ഇത് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 മുട്ടയാണ് നമുക്കിതിലേക്ക് ആവശ്യം. ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ചെറുതായിട്ട് പിരിഞ്ഞതുപോലെയൊക്കെ തോന്നും. അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ബാറ്റർ ശരിക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ മാറും. ഒന്നും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ കാരമൽ സിറപ്പ് തണുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിസ്കോ ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ച് നേരത്തെ വെച്ചിരിക്കുന്ന ആ മൈദയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ ബട്ടറിൻ്റെയൊക്കെ ആ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുതായിട്ട് പിരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നും, അത് കുഴപ്പമില്ല. നമ്മളിതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ ലഭിക്കും നമുക്ക്. വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തേ നമ്മുടെ ബാറ്റർ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ശരിക്കും ഈ വാനില എസൻസും പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല പ്ലം കേക്കിൻ്റെ നല്ല സ്മെല്ലാണ്. അപ്പോൾ പ്ലം എസൻസ് ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല മണമൊക്കെ ഉള്ള കേക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളിൻ്റെ മണമൊന്നും അല്ലാട്ടോ ഉണ്ടാകുന്നത്, ശരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ അതേ സ്മെല്ല് തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ബാറ്ററിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ടീന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് കേട്ടോ, പ്രത്യേകിച്ച് പ്ലം കേക്കിൻ്റെ. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താഴെ പോയി അടിഞ്ഞു കൂടും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബാറ്റർ ഇതുപോലെ ചെറിയ കട്ടിയായിട്ട് ഉണ്ടാവണം. ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഈവനാക്കി കൊടുക്കണം. സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ഈവനാക്കി കൊടുക്കാം.
ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ്സ് ആണ് എനിക്ക് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞാനൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് കൊണ്ട് ഈ കേക്ക് റെഡിയായിട്ട് എനിക്ക് കിട്ടി. ഇപ്പോൾ ഞാൻ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രാക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. തണുത്ത് കഴിയുമ്പോൾ ഈ ക്രാക്ക് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞോളും, നന്നായിട്ട് താഴേക്ക് പോന്നോളും. അപ്പോൾ നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് ഒട്ടും പൊടിഞ്ഞു പോകാതെ തന്നെ നല്ല ടേസ്റ്റോടുകൂടിയുള്ള കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് റെസിൻസ് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ ഞാനിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന പീസിൽ ബ്ലാക്ക് റെസിൻസ് കാണുന്നില്ല കേട്ടോ അധികം. ഞാൻ അധികം ബ്ലാക്ക് റെസിൻസ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണത് കാണാത്തത്. നമുക്കിനി ഇത് പൊതി കേക്കിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഈവനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പൊതി കേക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പൊതിയണേന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു പീസ് എടുത്ത് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ മിഠായിയൊക്കെ എങ്ങനെയാണ് നമ്മൾ പൊതിയില്ലേ, അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയിരിക്കുന്നത് നമുക്കിതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. പൊതി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്കൊക്കെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാനൊന്നും നടക്കണ്ട. ഇതുപോലെയാണെങ്കിൽ അവരോരോന്നെടുത്ത് കഴിക്കാനും അവർക്ക് എളുപ്പമായിരിക്കും. അപ്പം ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഫിസി കിച്ചൺ വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.